രാത്രിയിൽ ആ ലൈറ്റ് വീണ്ടും കണ്ടു. ആ ഗോസ്റ്റ് വീണ്ടും വന്നു കാണുമോ? അങ്ങനെ ഞങ്ങളുടെ എല്ലാം അവസാനം കാണാറായി. ഈ ഗ്രാമത്തിന് ശരിക്കും ശാപം പിടിച്ചിരിക്കുകയാണ്. ആ ട്രീ തന്റെ പ്രതികാരത്തിൽ എല്ലാം ഇല്ലാതാക്കും. ഈ ഗ്രാമം ഭയത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ്. മുക്കിലും മൂലയിലും ഒരു കാര്യം മാത്രമേ ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ: ശാപം പിടിച്ചൊരു മരം. അതെല്ലാ രാത്രിയിലും തിളങ്ങുന്നു. എന്റെ കാറിന് ഇതെന്ത് സംഭവിച്ചു? ഇതെങ്ങനെ പഞ്ചറായി? അതും ഈ ഗ്രാമത്തിന്റെ ഗേറ്റിലെത്തിയപ്പോൾ തന്നെ നിൽക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നത് ഈ ഗ്രാമത്തിന് നമ്മുടെ സഹായത്തിന്റെ ആവശ്യമുണ്ടെന്നാണ്. നിങ്ങൾ ശാന്തരായിരിക്കുക. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ഒരു മരമുണ്ട്. അത് രാത്രി തിളങ്ങും. ആരെങ്കിലും ഇതിന്റെ അടുത്ത് പോയാൽ അവർക്ക് അപകടവും സംഭവിക്കും. അത് ഉറപ്പാണ്. ചിലർ പറയുന്നത് ഈ മരത്തിന് താഴെ താടി വെച്ചൊരു ഭൂതം താമസിക്കുന്നുണ്ടെന്നാണ്. ആ ഭൂതം രാത്രിയിൽ വന്ന് എല്ലാം നശിപ്പിക്കുമെന്ന്. താടി വെച്ച ഭൂതം യഥാർത്ഥത്തിലുണ്ടോ, അതോ വെറുമൊരു കഥയുണ്ടാക്കലാണോ? നിങ്ങൾ ആരെങ്കിലും ഈ ഭൂതത്തെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഗ്രാമത്തിലുള്ളവർ കഥയും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാത്ത വിധത്തിൽ അന്ധവിശ്വാസത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ്. മെഹുലും ടീമും ഇതിന്റെ യാഥാർത്ഥ്യം കണ്ടുപിടിക്കുവാനായി ഇറങ്ങിത്തിരിക്കുന്നു. ഇത് നോക്കൂ. ഈ തിളക്കം പാരാനോർമൽ ആക്ടിവിറ്റി കൊണ്ട് ഉണ്ടാകുന്നതല്ല, എന്നാൽ ഇതൊരു കെമിക്കൽ റിയാക്ഷനാണ്. ശരിക്കും ഇത് ഈ മരത്തിന്റെ അടുത്തുള്ള ചില പ്രത്യേകതരം മിനറൽസ് കാരണമാണ് ഉണ്ടാകുന്നത്. ഇത് ഭൂതവും പ്രേതവും ഒന്നുമല്ലേ? സയൻസ് ആണോ? ഈ ഗ്രാമത്തിലുള്ളവർക്ക് എന്തുകൊണ്ട് ഇത് മനസ്സിലായില്ല? അന്ധവിശ്വാസങ്ങൾ ജനിക്കുന്നത് നമ്മൾ നമ്മുടെ ചോദ്യങ്ങളുടെ ഉത്തരം സയൻസിൽ തേടാതെ കഥകളിൽ തിരയുന്നതുകൊണ്ടാണ്. ആൾക്കാർ ഭൂതങ്ങളെയും പ്രേതങ്ങളെയും കണ്ടെടുത്ത ഭൂൽഭുലയ സയന്റിസ്റ്റ് സയൻസ് ആണ് കണ്ടത്. ഈ മരം ഒരു കെമിക്കൽ റിയാക്ഷൻ കൊണ്ടാണ് തിളങ്ങിക്കൊണ്ടിരുന്നത്. എന്നാൽ ആൾക്കാരുടെ പേടി ഇതിനൊരു ശാപമാണ്. സുഹൃത്തുക്കളെ, ശരിക്കും നിങ്ങൾ അവിടെ കണ്ട ലൈറ്റും ആ തിളക്കവുമെല്ലാം അതൊരു ഭൂതത്തിന്റെയും പ്രേതത്തിന്റെയും കളിയല്ലായിരുന്നു. ഞാനത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇവിടെ കാണിക്കാൻ പോവുകയാണ്. അതെങ്ങനെ സംഭവിക്കും? ഞങ്ങൾ സ്വയം കണ്ണുകൊണ്ട് കണ്ടതാണ്. ഇത് നോക്കൂ. കാണുമ്പോൾ ഇത് അതുപോലെ തന്നെയുണ്ട്. അതെ, ഇത് അതേ ലൈറ്റാണ്. വളരെ ശരിയാണ്. പക്ഷേ ഇതൊരു ഗോസ്റ്റിന്റെ പണിയല്ല. ഇത് ഈ മിനറലിന്റെ റിയാക്ഷൻ കൊണ്ട് മാത്രമാണ്. ഭൂൽഭുലയ സയന്റിസ്റ്റ് തന്റെ സയൻസും ലോജിക്കും കൊണ്ട് ഗ്രാമവാസികൾ ഇത്രയും നാൾ എന്തിനെയാണ് പേടിച്ചിരുന്നതെന്ന് തെളിയിച്ചു. അത് സാധാരണമായി ഉണ്ടായ വെറുമൊരു കെമിക്കൽ റിയാക്ഷൻ മാത്രമായിരുന്നു. ഇനി പറയൂ, ഇവിടെ ഒരു ഗോസ്റ്റ് വന്നിരുന്നോ? ഇല്ല. ഇത് ഈ മിനറൽസിന്റെ പ്രത്യേകതയായിരുന്നു. അതിനർത്ഥം നമ്മൾ ഇത്രയും നാൾ വെറുതെ പേടിക്കുകയായിരുന്നെന്നാണോ? അപ്പോ ഇതൊക്കെ വെറും കെമിക്കൽ റിയാക്ഷൻ ആയിരുന്നോ? പക്ഷെ ആ നദിയുടെ കാര്യത്തിൽ എന്താ? അതിനടുത്ത് പോകുന്നവർക്ക് എന്തുകൊണ്ടാണ് അസുഖം വരുന്നത്? അതെ അതെ, അവിടെ കുളിക്കാൻ പോയ ആൾ ഒരിക്കലും തിരിച്ചു വരില്ല. അതാ ചരിത്രം. ഗ്രാമവാസികളുടെ മനസ്സിൽ നിന്ന് ഒരു പേടി മാറിയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും അവരെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു ചില അന്ധവിശ്വാസങ്ങൾ ബാക്കി നിൽക്കുകയാണ്. ടീമിന്റെ അടുത്ത മിഷനുള്ള സമയവുമായിരിക്കുകയാണ്. ശാപം കിട്ടിയ നദിയാണിത്. കഴിഞ്ഞ മാസം ഒരു മനുഷ്യൻ ഇതിൽ കുളിക്കാൻ വന്നിരുന്നു. പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല. അറിയോ നിങ്ങൾക്ക്, ഈ നദിയിൽ കുളിക്കുന്നവർ അസുഖം വന്ന് കിടപ്പിലാകുന്നു. ഈ നദി ആൾക്കാരുടെ ബലിയാണ് ആഗ്രഹിക്കുന്നത്. ബലി? ഈ നദിയെക്കുറിച്ച് ഗ്രാമവാസികൾ പറയുന്നത് ഇതേതോ ശാപത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ്. പക്ഷേ സത്യത്തിൽ ഈ നദി അത്രയ്ക്ക് പേടിക്കേണ്ടതാണോ, അതോ ഇതിനു പിന്നിൽ എന്തെങ്കിലും സയന്റിഫിക് റീസൺ ഒളിഞ്ഞിരിക്കുകയാണോ? ഈ നദിയുടെ വെള്ളം എന്തുകൊണ്ടാ ഏറെ വ്യത്യസ്തമായിരിക്കുന്നത്? ഇതിൽ ആൾക്കാരെ അസുഖം പിടിപ്പിക്കുവാനും വേണ്ടി എന്താ ഉള്ളത്? എനിക്ക് തോന്നുന്നത് ഈ നദിയിൽ കുറച്ച് പൊല്യൂട്ടൻസ് ഉണ്ടെന്നാണ്. അതുകൊണ്ടാണ് ഇത് നാച്ചുറലായി കാണാത്തതും. ഞാൻ ഈ വെള്ളത്തെ ഒന്ന് അനലൈസ് ചെയ്തേക്കാം. ഇത് നോക്കൂ, ഇൻഡസ്ട്രിയൽ പൊല്യൂട്ടൻസ് കലർന്നിരിക്കുകയാണ്. അതാണ് ആളുകൾക്ക് അസുഖം വരുന്നത്. ഈ നദിയിൽ കുളിക്കുന്നവർക്ക് ഈ കെമിക്കൽ കാരണം സ്കിൻ പ്രോബ്ലവും ഇൻഫെക്ഷനും അടിക്കടി ഉണ്ടാകുന്നു. അതുപോലെ കാണാതായ മനുഷ്യർ ചിലപ്പോൾ ഇതിന്റെ ഒഴുക്കിൽ പെട്ടുപോയിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം തിരിച്ചു വരാതിരുന്നത്. ഗ്രാമവാസികൾക്ക് ശാപമായ ആ നദിയുടെ ഇപ്പോഴത്തെ അവസ്ഥ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ അശ്രദ്ധ കൊണ്ടുണ്ടായതാണ്. അന്ധവിശ്വാസങ്ങൾ അതിന് പേടിപ്പിക്കുന്ന രൂപവും നൽകി. എന്നാൽ സയൻസ് സത്യം തെളിയിച്ചിരിക്കുന്നു. ഈ നദി ശാപം കൊണ്ടല്ല,
പൊല്യൂഷൻ കൊണ്ടാ നശിച്ചുപോയത്. നമുക്ക് ഇതിനെ വൃത്തിയാക്കേണ്ടതുണ്ട്. എന്നാലേ ഇതിനെ വീണ്ടും സുരക്ഷിതമാക്കുവാൻ കഴിയും. ഇതൊക്കെ നിങ്ങളുടെ അവയർനെസ് കൊണ്ടേ സാധിക്കൂ. സയൻസുമായി ബന്ധം സ്ഥാപിക്കൂ, അന്ധവിശ്വാസങ്ങളോടല്ല. നീ പറഞ്ഞത് വളരെ ശരിയാണ് സോയ. നദിയുടെ കാര്യം മനസ്സിലായി. പക്ഷെ ഗ്രാമത്തിലെ പഴയ കിണറിന്റെ കാര്യമോ? അതിൽ നിന്ന് ആര് വെള്ളം കോരുന്നുവോ അവർക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാകാറുണ്ട്. അതിനെന്താ കാരണം? ഞാൻ കേട്ടിരിക്കുന്നത് ആ കിണറിൽ നിന്ന് രാത്രി ആരാണോ വെള്ളമെടുക്കുന്നത് അവർക്ക് പനി അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമതകൾ തീർച്ചയായും ഉണ്ടാകുമെന്നാണ്. ആ കിണർ രാത്രി കരയാറുണ്ട്. ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ഭൂതം വരുന്നുണ്ടാകും. അത് കിണറിനെ രാത്രിയിൽ വൃത്തികേടാക്കുകയും ചെയ്യുന്നുണ്ടാകും. ഒന്നിനു പുറകെ ഒന്നായി ഗ്രാമവാസികൾ അവരുടെ ഭയവും അന്ധവിശ്വാസവും വെളിപ്പെടുത്തുന്നു. ഇനി ടീം ഡിറ്റക്റ്റീവിന് പുതിയ ചലഞ്ചാണ്. ഗ്രാമത്തിലെ ഹോണ്ടഡ് കിണറിന്റെ യാഥാർത്ഥ്യം കണ്ടുപിടിക്കുക. ഈ വെള്ളത്തിൽ ചില ബാക്ടീരിയകളും അല്ലെങ്കിൽ നാച്ചുറലായുള്ള പദാർത്ഥങ്ങൾ എന്തെങ്കിലും കലർന്നിട്ടുണ്ടാകും. അത് രാത്രിയിൽ അധികം ആക്റ്റീവ് ആകുന്നു. ഈ പൈപ്പ് നോക്കൂ. ഇത് പഴയ കാലഘട്ടത്തിലേതാണെന്ന് തോന്നുന്നു. ഇത് ചിലപ്പോൾ പഴയ കാലത്ത് ആളുകൾ വെള്ളമെടുക്കുവാൻ ഉപയോഗിച്ചിരുന്ന സിസ്റ്റം ആകാം. കേൾക്കുമ്പോൾ ഇത് അങ്ങനെ തന്നെ ആകുവാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത്. ഗ്രാമവാസികൾ പറയുന്നത് പോലെ ഈ കിണർ കരയുന്നുണ്ടാകും. ഈ ശബ്ദം കാറ്റിനൊപ്പമാണ് വരുന്നത്. എന്തോ കുഴപ്പമുണ്ട്. ഇത് നോക്കൂ. ഈ പൈപ്പ് കാറ്റടിക്കുമ്പോൾ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് തന്നെയാണ് ഈ കരയുന്നത് പോലെയുള്ള ശബ്ദം വരുന്നത്. ഇതൊരു സിമ്പിൾ റെസൊണൻസിന്റെ എക്സാമ്പിൾ ആണ്. അതിനർത്ഥം ഈ കിണർ പ്രശ്നബാധിത പ്രദേശമല്ല എന്നല്ലേ? ഈ പഴയ പൈപ്പ് കാറ്റിനോട് ചേർന്നാ ഈ ശബ്ദം ഉണ്ടാക്കുന്നതെന്നല്ലേ? അപ്പോൾ ഈ ശബ്ദം ഈ പൈപ്പ് കാരണമാണെന്നാണോ? ഭൂതമല്ലായിരുന്നു അത്. പിന്നെ ഈ വെള്ളം കുടിച്ചിട്ട് ആളുകൾക്ക് അസുഖം വരുന്നത് എന്തുകൊണ്ടാണ്? അതിന് പിന്നിൽ എന്ത് രഹസ്യമാവുള്ളത്? സുഹൃത്തുക്കളെ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു സിമ്പിൾ റെസൊണൻസിന്റെ കേസാണെന്നാണ്. റെസൊണൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത് കാറ്റ് ഈ പൈപ്പിലൂടെ കടന്നു വരുമ്പോൾ ഈ വൈബ്രേഷൻ ഉണ്ടാവുകയാണ്. ഈ പൈപ്പിനെ പോലും പിടിച്ചു കുലുക്കുന്ന ശക്തിയില്ല ഈ വൈബ്രേഷൻ ഉണ്ടാകുന്നത്. അതാണ് ഈ ശബ്ദം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് രാത്രിയിൽ കാറ്റ് ശക്തമായി വീശുമ്പോൾ ഈ ശബ്ദം ഉയർന്നു കേൾക്കുന്നതും. ആലിയ, നീ ഇത് കണ്ടോ? ഈ ഷെഡ് പഴയതാണ്, പക്ഷേ പൂട്ട് പുതിയതാണെന്ന് തോന്നുന്നു. ഇത് കൂടുതൽ സംശയം ഉണ്ടാക്കുന്നുണ്ടല്ലോ മെഹുൽ സർ. ഈ ഫാക്ടറിക്കാർ ടോക്സിക് വേസ്റ്റ് ഇവിടെ ഡംപ് ചെയ്തിരിക്കുകയാണ്. ഗ്രാമവാസികളെ ഭൂതങ്ങളുടെയും പ്രേതങ്ങളുടെയും പേര് പറഞ്ഞു പറ്റിക്കുന്നു. ഇത് നോക്കൂ, ഇത് ഫാക്ടറി ഓണറിന്റെയും ലോക്കൽ പൊളിറ്റീഷ്യൻസിന്റെയും ഫോട്ടോയാണ്. ഇവർ രണ്ടുപേരും ചേർന്നായിരിക്കും ഈ ഇല്ലീഗലായിട്ടുള്ള പണികളെല്ലാം ചെയ്യുന്നത്. ഈ ആൾക്കാർ പൊല്യൂഷനിൽ നിന്നാണ് പണം സമ്പാദിക്കുന്നത്. എന്നിട്ട് അന്ധവിശ്വാസത്തിലൂടെ ആൾക്കാരെ പേടിപ്പിച്ച് വായി മൂടി വയ്പ്പിക്കുകയാണ്. ഈ രാഷ്ട്രീയക്കാർ തങ്ങളുടെ നേട്ടത്തിനായി എന്ത് വേണമെങ്കിലും ചെയ്യും. ആൾക്കാരെ പേടിപ്പിച്ച് കാര്യം നടത്തുന്നു. നമുക്ക് ഈ ആൾക്കാർക്കെതിരെ ശക്തമായ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ഇവരങ്ങനെ എളുപ്പത്തിലൊന്നും കുറ്റം സമ്മതിക്കില്ല. സർ, എന്റെ കയ്യിൽ ഒരു ചെറിയ സ്പൈ ക്യാമറയുണ്ട്. നമുക്കിത് ആ പൊളിറ്റീഷ്യൻസിന്റെ ഓഫീസിൽ വെച്ചാലോ? ഇത് ഞങ്ങളുടെ സീക്രട്ട് റെക്കോർഡിംഗ് ഡിവൈസ്. ഇത് അവരുടെ എല്ലാ സംഭാഷണങ്ങളും റെക്കോർഡ് ചെയ്യും. എനിക്ക് എന്റെ ഹാക്കിംഗ് ടൂൾസ് വെച്ച് അവരുടെ കോൾസിനെ ടാപ്പ് ചെയ്യുവാനാകും. നമുക്ക് ശരിയായ സമയത്തിനായി കാത്തിരിക്കാം. ഈ ഗ്രാമക്കാർ ഒരിക്കലും അറിയില്ല നമ്മൾ എത്ര മനോഹരമായി അവരെ പറ്റിച്ചതെന്ന്. ഭൂതത്തെയും പ്രേതത്തെയും പേടിച്ച് അവർ ഒരിക്കലും നമ്മൾക്കെതിരെ തിരിയില്ല. കൂടാതെ ഇവരെത്രയും കാലം അന്ധവിശ്വാസങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നുവോ അത്രയും കാലം നമ്മുടെ പണി നടന്നുകൊണ്ടേയിരിക്കും. പൊല്യൂഷനെ കുറിച്ച് ആരും ഒന്നും ചോദിക്കുകയുമില്ല. ഇതെല്ലാം റെക്കോർഡായിരിക്കുന്നു. ഇനി ഈ ആൾക്കാർ ഒരിക്കലും രക്ഷപ്പെടില്ല. ഇവരുടെ ശരിയായ രൂപം എല്ലാവരും അറിയണം, നമ്മളിലൂടെ. മെഹുലും ടീമും ചേർന്ന് തെളിവുകളെല്ലാം ശേഖരിക്കുന്നു. ഇക്കണ്ടതെല്ലാം ചെയ്തു കൂട്ടിയതിനുള്ള പണിയാണ് മെഹുലും ടീമും ഒരുക്കിയിരിക്കുന്നത്. ഗ്രാമവാസികളെ സത്യം ബോധിപ്പിക്കുവാനുള്ള സമയമായിരിക്കുകയാണ്. ഇനി നമ്മൾ അവരെ അവർ വിരിച്ച വലയിൽ തന്നെ കൊടുക്കും. നമുക്ക് യൂട്യൂബിൽ കൂടി വീഡിയോ ഇടാം. ലോകം മുഴുവനും അറിയട്ടെ ഈ രാഷ്ട്രീയക്കാർ നമ്മളെ എങ്ങനെയാ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന്. അതും തങ്ങളുടെ നേട്ടത്തിനും വോട്ട് ബാങ്കിനുമായി. ഈ ഗ്രാമക്കാർ ഒരിക്കലും അറിയില്ല നമ്മൾ എത്ര മനോഹരമായി അവരെ പറ്റിച്ചതെന്ന്. ഭൂതത്തെയും പ്രേതത്തെയും പേടിച്ച് ഇതെല്ലാം കള്ളമായിരുന്നു. ഇവർ നമ്മളെ പേടിപ്പിച്ചിട്ട് അവരുടെ കാര്യം സുഖമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇത്രയും വർഷം ഈ ഭൂതങ്ങളുടെയും പ്രേതങ്ങളുടെയും കഥയിൽ കുടുങ്ങിക്കിടന്നു. ഇവർ അതിന്റെ പ്രയോജനം എടുത്തുകൊണ്ടിരുന്നു. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. പേടിയും അന്ധവിശ്വാസവും നഷ്ടങ്ങൾ വരുത്തും. എപ്പോഴും സത്യം അറിയുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കൂ. സയൻസിൽ നിന്ന് പഠിക്കൂ.
ഈ തെളിവുകൾ വെറുമൊരു തുടക്കം മാത്രം. ഇപ്പോൾ സമയമായിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. ഓ ഗ്രാമവാസികളെ, ഞങ്ങൾ നിങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സഹായം? താങ്കൾ സ്വന്തം ലാഭം മാത്രമേ നോക്കിയുള്ളൂ. ഗ്രാമവാസികളുടെ പേടി മുതലെടുത്തു. ഇപ്പോൾ സത്യം പുറത്തു വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് അർഹമായ ശിക്ഷയും കിട്ടാൻ പോകുന്നു. പേടിയുടെയും അന്ധവിശ്വാസത്തിന്റെയും വലയിൽ ആൾക്കാരെ കുടുക്കിയവർ ഇപ്പോൾ തങ്ങൾ വിരിച്ച വലയിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്. ഗ്രാമവാസികളാകട്ടെ തങ്ങളുടെ അവകാശത്തിനായി പോരാടാനും തയ്യാറായിരിക്കുന്നു. ഇന്നു മുതൽ ഞങ്ങൾ ഞങ്ങളുടെ ഗ്രാമത്തിൽ അന്ധവിശ്വാസത്തിന് സ്ഥാനം നൽകുകയില്ല. സയൻസും ലോജിക്കും കൊണ്ട് ഞങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. നോക്കൂ, നമ്മൾ ചോദ്യം ചോദിച്ചിട്ട് അതിന്റെ ഉത്തരം തേടുമ്പോൾ നമ്മൾ പേടിയിൽ നിന്നും അന്ധവിശ്വാസത്തിൽ നിന്നും മുക്തരാകുന്നു. എപ്പോഴും അവരവരുടെ തലച്ചോർ ഉപയോഗിക്കൂ. ഓരോ കാര്യത്തെയും കുറിച്ച് അറിയും. അതിനു പിന്നിലുള്ള യാഥാർത്ഥ്യവും അന്വേഷിക്കൂ. അപ്പോൾ നിങ്ങളെ ആർക്കും ഒരിക്കലും വിഡ്ഢികളാക്കുവാൻ കഴിയില്ല.